കരൂർ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് തമിഴക വെற்றிക്കഴകം നേതാവ് വിജയ്ക്ക് വീണ്ടും സമൻസ് അയച്ച സിബിഐ. ഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ തിങ്കളാഴ്ച വിജയെ സിബിഐ ചോദ്യം ചെയ്തിരുന്നു. 6.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിജയെ വിട്ടയച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നാണ് കരൂരിൽ തമിഴക വെற்றிക്കഴകത്തിന്റെ റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. കഴിഞ്ഞ വർഷം നടന്ന കരൂർ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് തമിഴക വെற்றிക്കഴകം നേതാവ് വിജയ്ക്ക് വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ് സിബിഐ. ഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ച വിജയെ സിബിഐ ചോദ്യം ചെയ്തിരുന്നു. 6.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിജയ് വിട്ടയച്ചത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നാണ് കരൂരിൽ തമിഴക വെற்றிക്കഴകത്തിന്റെ റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു. രാജേഷ്, കഴിഞ്ഞ ദിവസം വീണ്ടും വിജയ് സിബിഐക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. ഇപ്പോൾ വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ വേണ്ടി. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 12-ാം തീയതിയായിരുന്നു തമിഴ് വെற்றிക്കഴകം അധ്യക്ഷനായിട്ടുള്ള നടനുമായിട്ടുള്ള വിജയെ 6 മണിക്കൂറിലധികം ചോദ്യം ചെയ്തത്. പിന്നിൽ പൊങ്കൽ പ്രമാണിച്ച് ഇദ്ദേഹം ഒരു കാലാവധി അല്ലെങ്കിൽ ഒരു കാലതാമസം അവകാശപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊങ്കൽ കഴിഞ്ഞ സാഹചര്യത്തിൽ വിജയ്ക്ക് വീണ്ടും സിബിഐ ഒരു നോട്ടീസ് സമൻസ് നൽകുന്നത്. ഇതിൽ ഇന്ന് ഹാജരാകാനാണ് ഇപ്പോൾ വിജയ്ക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഡൽഹിയിലെ സിബിഐ ആസ്ഥാനത്ത് എത്താനാണ് സിബിഐ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന ചോദ്യം ചെയ്യൽ 6.5 മണിക്കൂറിലധികം നീണ്ടു നിന്നിരുന്നു. അത് മറ്റൊരു രാഷ്ട്രീയ വിവാദത്തിലേക്ക് നയിച്ചിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഡൽഹിയിലേക്ക് വിജയെ എത്തിച്ചു എന്നതാണ് ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 27-നായിരുന്നു കരൂരിലെ ഒരു വലിയ ആൾക്കൂട്ട ദുരന്തമുണ്ടായത്. ഈ TVKയുടെ ഈ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 41 പേർ മരിക്കുകയും തുടർന്നുള്ള സിബിഐയുടെ അന്വേഷണമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ 2-ാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 41 പേരുടെ മരണവുമായി ബന്ധപ്പെട്ട് വിജയ് തന്നെയാണ് സുപ്രീം കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട്, അത് സത്യം പുറത്തു വരണം എന്ന കാര്യം ഉന്നയിച്ച് വിജയ് തന്നെയായിരുന്നു സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സുപ്രീം കോടതി ഈ കേസന്വേഷണം CBIക്ക് വിട്ടു നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ സാഹചര്യത്തിലാണ് കഴിഞ്ഞ 12-ാം തീയതി CBI ആസ്ഥാനത്തായിട്ടുള്ള ഡൽഹിയിലേക്ക് വിജയനെ എത്തിച്ച് 6 മണിക്കൂറിലധികം ചോദ്യം ചെയ്തത്. അത് പിന്നാലെ വീണ്ടും ഒരു സമൻസ് നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് റാലി നടത്തിയതുമായി ബന്ധപ്പെട്ട് വിജയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടകർ ആരാണ് തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഈ 6 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിൽ വിജയ്ക്ക് മുന്നിൽ വെച്ച അല്ലെങ്കിൽ CBI വിജയ്ക്ക് മുന്നിൽ വെച്ച പ്രധാനപ്പെട്ട ചോദ്യം. അത് തന്നെ വ്യക്തമായ ഉത്തരം നൽകിയിരിക്കുന്നു എന്നതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും 6 മണിക്കൂറിന് ചോദ്യത്തിന് ശേഷം വിജയ്ക്ക് വീണ്ടും ഒരു സമൻസ് അയച്ചിരിക്കുന്നു എന്നാണ്. ഈ 2025 സെപ്റ്റംബർ 27 നടന്ന ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിജയെ 2-ാം തവണയും ചോദ്യം ചെയ്യാൻ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന വാർത്താ ദീപ്തി. ശരി, കരൂർ ആൾക്കൂട്ട ദുരന്തവുമായി ബന്ധപ്പെട്ട് തമിഴക വെற்றிക്കഴകം നേതാവ് വിജയ്ക്ക് വീണ്ടും സമൻസ് അയച്ചിരിക്കുകയാണ് CBI. ഡൽഹിയിലെ CBI ആസ്ഥാനത്ത് ഹാജരാകാനാണ് നിർദ്ദേശം. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.